ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വികസനത്തിൽ നടപ്പാക്കി വരുന്ന നിരവധി കാര്യങ്ങൾ തുടരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് 817 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വ്യാഴാഴ്ച മുതൽ തുക ലഭിക്കും. ഫിറ്റ് ഇന്ത്യ പരിപാടി വിജയിപ്പിക്കാൻ വ്യായാമവും സൈക്ലിംഗും ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കാലാവസ്ഥാ വെല്ലുവിളികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ആലപ്പുഴ ജില്ലയിൽ കനത്ത നാശം വിതച്ച് വേനൽമഴ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വികസനത്തിൽ നടപ്പാക്കി വരുന്ന നിരവധി കാര്യങ്ങൾ തുടരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ടെക്നോളജി സംഘടിപ്പിച്ച ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ജീവിതം നമുക്ക് വഴികാട്ടിയാണ്. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗങ്ങളിൽ തുടരുന്നവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിനുള്ള പുതിയ പദ്ധതികൾ തീരുമാനിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. നിയമസഭാ ചേംബറിൽ രാവിലെ 11:30-നാണ് യോഗം. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ലഹരി വ്യാപനത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും യോഗത്തിൽ വിലയിരുത്തും. കോഴിക്കോട് ജില്ലയിൽ ലഹരിമരുന്ന് വ്യാപകമായ 47 ഹോട്ട്സ്പോട്ടുകൾ എക്സൈസ് വകുപ്പ് കണ്ടെത്തി. സ്ഥിരമായി ലഹരി ഇടപാടുകൾ നടക്കുന്ന താമരശ്ശേരി റേഞ്ചാണ് പ്രധാന ഹോട്ട്സ്പോട്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. തലയാട്, ഓമശ്ശേരി, അടിവാരം, താമരശ്ശേരി ടൌൺ, കൊടുവള്ളി എന്നിവിടങ്ങളാണ് പട്ടികയിലുള്ളത്. കുന്നമംഗലത്ത് 6-ഉം നാദാപുരം റേഞ്ച് 3-ഉം, കോഴിക്കോട് റേഞ്ച് സൌത്ത് ബീച്ച്, റെയിൽവേ സ്റ്റേഷൻ പരിസരം പാളയം ഭാഗങ്ങളിലും, ബാലുശ്ശേരി റേഞ്ചിൽ 4ഇടങ്ങളിലും, ചേളന്നൂർ 10ഇടങ്ങളിലും, കൊയിലാണ്ടി റേഞ്ചിൽ 4ഇടങ്ങളിലും, വടകര റേഞ്ചിൽ 5ഇടങ്ങളിലും ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഫറോക്ക് റേഞ്ചിൽ മാങ്കാവ്, ചാമുണ്ടി വളപ്പ്, ചക്കുംകടവ്, പയ്യാനക്കൽ, കല്ലായി, ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ ഭാഗം, ഹൈലൈറ്റ് മാൾ പരിസരം, രാമനാട്ടുകര, നീസരി, ബസ് സ്റ്റാൻഡ് ഭാഗം എന്നിവിടങ്ങളുമാണ് ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയത്. ഇവിടങ്ങളിൽ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ശക്തമാക്കും. നിരീക്ഷണവും പരിശോധനയും തുടരുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന പോലീസ് ആരംഭിച്ച ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവ് ഒരു മാസം പിന്നിടുന്നു. ഇതുവരെ 70,277 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 7,038 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 7,307 പേരെ അറസ്റ്റ് ചെയ്തു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് 1,600 രൂപ വീതം ലഭിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും. സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരം ഇരിക്കുന്ന 3 പേർക്ക് പിന്തുണയുമായി നാളെ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസമിരിക്കും. സംസ്ഥാനത്തെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ കൂട്ട ഉപവാസമിരിക്കുമെന്ന് സമരസമിതി അറിയിച്ചു. അതേസമയം ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 42ാം ദിവസത്തിലേക്ക് കടന്നു. കാലാവസ്ഥാ വെല്ലുവിളികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങളിലെ പരിമിതികൾ ഇല്ലാതാക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാവർക്കും പ്രാപ്തമാക്കുന്നതിലൂടെ ദുരന്ത ലഘൂകരണം സാധ്യമാക്കാൻ കഴിയുമെന്ന് കുസാറ്റ് കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗത്തിലെ ഡോക്ടർ എസ് അഭിലാഷ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. 3 ദശകങ്ങളായി ഏകദേശം $5 ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് കാലാവസ്ഥാ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 ദശലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു. ലോക കാലാവസ്ഥാ സംഘടന 75ാം വർഷം പിന്നിടുമ്പോൾ ഏർലി വാർണിംഗ് സംവിധാനം ഒരുക്കിയതിലൂടെ ധാരാളം സാമ്പത്തിക നഷ്ടവും ജീവഹാനിയും കുറയ്ക്കുന്നതിന് സഹായിച്ചു എന്ന് വേണം കരുതേണ്ടത്. എല്ലാവരിലേക്കും ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ സേവനം എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം.
ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന പരിസ്ഥിതി സംഗമം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നവകേരളത്തിനായി ജലസുരക്ഷ സമീപന രേഖയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. ചടങ്ങിൽ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ആദരിക്കും. ഫിറ്റ് ഇന്ത്യ പരിപാടി വിജയിപ്പിക്കാൻ വ്യായാമവും സൈക്ലിംഗും ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടിക്ക് ലഖ്നൌവിൽ നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യത്തോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും സൈക്ലിംഗ് സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ഇരട്ടിയായതായി അന്താരാഷ്ട്ര നാണയനിധി. ഇക്കാലയളവിൽ ജിഡിപിയിൽ ഇന്ത്യ 105% വളർച്ച കൈവരിച്ചതായി IMFന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2015ൽ $2.1 ട്രില്യൺ ആയിരുന്ന ജിഡിപി 2025ൽ $4.3 ട്രില്യൺ ഉയർന്ന് ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയതായും അന്താരാഷ്ട്ര നാണയനിധി വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം ആലപ്പുഴയിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന വേനൽ മഴയിൽ കനത്ത നാശം. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. വേനൽമഴയുടെ ഭാഗമായുണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങ് ഒടിഞ്ഞു വീണ് ചേർത്തല പാണാവളിയിൽ വീട്ടമ്മ മരിച്ചു. പാണാവള്ളി 3-ാം വാർഡിൽ വൃന്ദാവനത്തിൽ മല്ലികയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കായലോര മേഖലയിലും വലിയ നാശമാണ് വേനൽമഴ സൃഷ്ടിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ 50 വള്ളങ്ങൾ തകർന്നു. മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും നാശമുണ്ടായി. പുന്നമടക്കായൽ ഹൌസ് ബോട്ടും കനത്ത മഴയിൽ മുങ്ങി. ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിൽ 100ഓളം സ്ഥലങ്ങളിൽ മരം വീണ് വൈദ്യുത കമ്പികൾ പൊട്ടി വൈദ്യുതി വകുപ്പിനും വലിയ നാശമുണ്ടായി. പലയിടങ്ങളിലും ഇന്നാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. കോഴിക്കോട് ഇന്നലെ അന്തരിച്ച BJP മുതിർന്ന നേതാവ് അഹല്യ ശങ്കറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. നികത്താനാകാത്ത നഷ്ടമാണ് അഹല്യ ശങ്കറിന്റെ നിര്യാണം മൂലമുണ്ടായിരിക്കുന്നതെന്ന് അനുശോചന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും നിര്യാണത്തിൽ അനുശോചിച്ചു. BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറെ തെരഞ്ഞെടുത്തു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. K. സുരേന്ദ്രന്റെ പിൻഗാമിയായാണ് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനാകുന്നത്. നാളെ രാവിലെ 11 മണിക്ക് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. 2ാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ ഇത് കാപ്പി പൂക്കുന്ന കാലം. തണുത്ത കാറ്റിൽ ഒഴുകിയെത്തുന്ന കാപ്പിപ്പൂ മണത്തോടൊപ്പമാണ് ഹൈറേഞ്ചിലെ രാവുകൾ ഇപ്പോൾ പുലരുന്നത്. കാപ്പി പൂക്കുന്നത് വർഷത്തിൽ ഒരിക്കലാണെന്നതും ശ്രദ്ധേയം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാപ്പി പൂമണവും വെളുപ്പും പടർന്ന പ്രഭാതങ്ങൾ ഹൈറേഞ്ചിലെ ഒട്ടുമിക്കയിടങ്ങളിലെയും നവ്യാനുഭവമാണ്. വേനൽമഴയുടെയും മഞ്ഞിന്റെയും തോതനുസരിച്ചാണ് കാപ്പിച്ചെടികൾ പൂക്കുന്നത്. 2-3 ദിവസം മാത്രമാണ് പൂവിന് ആയുസ്. 4-5 ദിവസം കൊണ്ട് കരിഞ്ഞുണങ്ങിപ്പോകും. കാപ്പി പൂത്ത് കരിഞ്ഞുണങ്ങിയാലേ ആ വർഷം നല്ല വിളവുണ്ടാകൂ എന്നാണ് പഴമക്കാർ പറയുന്നത്. കാപ്പി പൂത്തു നിൽക്കുമ്പോൾ മഴ പെയ്യുന്നത് നന്നല്ല. മഴ പെയ്ത് വെള്ളമിറങ്ങിയാൽ പൂക്കൾ നശിക്കും. ഇത് വിളവ് കുറയാനിടയാക്കും. മാർച്ച്, ഏപ്രിൽ മാസത്തോടെ മുഴുവൻ കാപ്പിയും പൂവിട്ട് കഴിയും. പിന്നീട് ആർത്തലച്ചു പെയ്യുന്ന മഴയ്ക്കൊപ്പം കാപ്പിക്കുരു വളരാൻ തുടങ്ങും. തിരുവനന്തപുരം മലയൻകീഴ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ലക്ഷദീപം ഇന്ന് വൈകിട്ട് 6:15 ലക്ഷദീപം തെളിയിക്കും. ആറാട്ടിനോടനുബന്ധിച്ച് മലയൻകീഴ്, വിളവൂർക്കൽ, മാറനല്ലൂർ, വിളപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ ഏപ്രിൽ 2 മുതൽ 4 വരെ ജലവിതരണം മുടങ്ങും. വിവിധ സാങ്കേതിക പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അരുവിക്കരയിലെ ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുന്നതിനാലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. കാഴ്ചപരിമിതരുടെ കൂട്ടായ്മയായ വിജ്ഞാനദീപം ഓഡിയോ ലൈബ്രറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലിറ്റിൽ സ്കോളർഷിപ്പ് പദ്ധതിക്കായി അപേക്ഷ ക്ഷണിച്ചു. 5ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള പഠനത്തിൽ മികവ് പുലർത്തുന്നതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുമായ കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 28 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വികസനത്തിൽ നടപ്പാക്കി വരുന്ന നിരവധി കാര്യങ്ങൾ തുടരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും.
സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് 817 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വ്യാഴാഴ്ച മുതൽ തുക ലഭിക്കും. ഫിറ്റ് ഇന്ത്യ പരിപാടി വിജയിപ്പിക്കാൻ വ്യായാമവും സൈക്ലിംഗും ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കാലാവസ്ഥാ വെല്ലുവിളികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ആലപ്പുഴ ജില്ലയിൽ കനത്ത നാശം വിതച്ച് വേനൽമഴ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.